സോ നമ്മൾ മെർസിഡീസിന്റെ 124 എല്ലാവർക്കും പരിചയമുള്ള വണ്ടി തന്നെയാണ്. ബ്രൂണോ സാക്കോന്റെ ലെജൻഡറി ഡിസൈനും പിന്നെ മെർസിഡീസിന്റെ ഒരു ഓവർ എഞ്ചിനീയറിംഗ് എറ. പക്ഷെ പോർഷെ റീഡിസൈൻ ചെയ്തിട്ട് ബിൽഡ് ചെയ്ത ഒരു 124 ഒരു വേരിയന്റ് ഉണ്ടായിരുന്നു. ഏതാണെന്നറിയോ? W124 500E. സോ ഈ മൊത്തം സ്റ്റോറി തുടങ്ങുന്നത് 1980s മെർസിഡീസ് ബെൻസ് ആസ് എ ബ്രാൻഡ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് US മാർക്കറ്റിൽ നമ്മൾ ട്വിൻസ് എന്നറിയപ്പെടുന്ന 190Eയും ഈ 124ഉം വളരെ ഫ്യൂൽ എഫിഷ്യന്റ് ആയ കാർസ് ആയിരുന്നു. യുഎസിന്റെ ഗ്യാസ് ക്രൈസിസിന്റെ ഒക്കെ കാലങ്ങൾക്ക് ശേഷം വളരെ ആൾക്കാർ പ്രിഫർ ചെയ്ത ഒരു വണ്ടിയായിരുന്നു ഇത്. പിന്നെ ഹയർ എൻഡ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ എസ് ക്ലാസും ഉണ്ട്. പക്ഷെ അപ്പോഴാണ് നമ്മൾ ലെക്സസ് അവർ LS 400 ആയിട്ട് വരുന്നത്. ഇത് ഒറ്റയടിക്ക് മെർസിഡീസ് ബെൻസിന്റെ സെയിൽസ് ഒക്കെ അങ്ങ് തകർത്തളഞ്ഞു. അതിന്റെ മെയിൻ കാരണം എസ് ക്ലാസിനെക്കാട്ടി ചീപ്പറും പിന്നെ എല്ലാ ഫാക്ടറിലും ബെറ്റർ ആയിരുന്നു. അപ്പൊ മെർസിഡീസ് ഓൾറെഡി ഒരു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് എസ് ക്ലാസിന് വർക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അവർക്കൊരു V8 പവേർഡ് സിഡാനും കൂടി വേണമായിരുന്നു. സോ ഒരു 124 പ്ലാറ്റ്ഫോമിന്റെ അത്ര V8 ആഡ് ചെയ്യലായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ മെർസിഡീസ് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് അവർ R&D ടീം ഓൾറെഡി നെക്സ്റ്റ് ജനറേഷൻ ഓഫ് എസ് ക്ലാസ് ആക്കേണ്ട ഒരു തിരക്കിലായിരുന്നു. സോ അവരത് പോർഷയ്ക്ക് കൊടുത്തു. പോർഷെ ആ ടൈമിൽ വേറെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവരൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു. സോ നമ്മൾ ഈ 124ന്റെ പ്ലാറ്റ്ഫോം ഒറിജിനൽ ഇൻലൈൻ 4 ഇൻലൈൻ 6 എഞ്ചിൻസിന് മാത്രം വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതായിരുന്നു. ഈ V8 ഇരട്ടിക്കൽ ഒബ്വിയസ്ലി സ്പേസ് കൂട്ടണം. പക്ഷെ കൂട്ടുന്നതിനൊപ്പം തന്നെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി പൊളിയാൻ പാടില്ല. സോ അത് പോർഷയ്ക്കായിരുന്നു കൊടുത്തത്. സോ അവർ അതിന് വേണ്ടുന്ന മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിസൈൻ സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഈ പുതിയ ഡിസൈനിൽ വണ്ടി കുറച്ചും കൂടി വൈഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ എക്സിസ്റ്റിംഗ് 124 അസംബ്ലി ലൈനിൽ ചെയ്യാൻ പറ്റില്ല. സോ മെർസിഡീസ് അത് പോർഷയോട് തന്നെ അസംബിൾ ചെയ്യാൻ ഏൽപ്പിച്ചു. പോർഷയ്ക്ക് അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അവർ ഓൾറെഡി ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. പിന്നെ അവരുടെ ഫാക്ടറി വളരെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരുന്നു. ഒബ്വിയസ്ലി ഇത് അവർക്ക് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. സോ മെർസിഡീസിന് ബോഡിയും ചാസിയും പോർഷിന്റെ അടുത്ത് പോകും. അവരതിന് വേണ്ടുന്ന മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അത് തിരിച്ച് മെർസിഡീസിന്റെ ഫാക്ടറിയിൽ പെയിന്റിങ്ങും കാര്യങ്ങൾക്കും പോകും. പിന്നെ തിരിച്ച് പോർഷന്റെ ഫാക്ടറിയിൽ എഞ്ചിനും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ ഫൈനൽ അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ട് മെർസിഡീസിന്റെ അടുത്ത് തിരിച്ചു കൊടുക്കും അവരുടെ ഫൈനൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. ഈ ഒരു മൊത്തം ഡ്യൂറേഷൻ 18 ദിവസമാണ്. 18 ദിവസമാണ് ഒരു 500 കാർ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. സോ നമ്മൾ ഈ W124 500 പവർ ചെയ്തത് നമ്മളെ മെർസിഡീസിന്റെ M119 എന്ന് പറയുന്ന ഒരു V8 എഞ്ചിനാണ്. വളരെ പേരായിട്ടൊരു എഞ്ചിനാണ് ഇത്. ആ സമയത്ത് SL 500 എന്ന് സോഴ്സ് ചെയ്ത ഒരു എഞ്ചിനായിരുന്നു. ഈ ഒരു M119 തന്നെ കുറച്ചും കൂടി ബിൽഡ് എഡിഷൻ നമ്മൾ സോബർ C9 എന്ന് പറഞ്ഞ കാറിൽ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ 1989 24 hours ഓഫ് ലിമ റേസ് ജയിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വളരെ കേപ്പബിൾ ആയ ഒരു എഞ്ചിനാണ്. ഇതൊരു 5 ലിറ്റർ V8 ആണ്. അതാണ് നമ്മൾ ഈ 500 വന്നുകൊണ്ടിരുന്നത്. പക്ഷേ US മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒരു 4.2 ലിറ്റർ വേരിയന്റ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു വണ്ടി ഇറങ്ങിയ ടൈമിൽ അറൌണ്ട് $20,000 ജാസ്തി ആയിരുന്നു ആ ടൈമിൽ ഒരു M5 വെച്ച് നോക്കുമ്പോൾ. പിന്നെ BMW M5ന്റെ എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം തകർത്തൊരു വണ്ടിയാണ്. പല പല ഓട്ടോമൊബൈൽ മാഗസീൻസും കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ആകെ ഉണ്ടായ നെഗറ്റീവ് പ്രൈസ് കുറച്ചും കൂടി ഹയർ സൈഡ് ആയതാണ്. അത് നമുക്ക് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് നമുക്ക് അറിയാമല്ലോ മെർസിഡീസും പോർഷെ മെർസിഡീസും അങ്ങനത്തെ കുറെ ട്രാൻസ്പോർട്ടിങ് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒബ്വിയസ്ലി പ്രൈസ് കൂടും. അപ്പൊ നമ്മൾ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ ഒരു ഫേമസ് ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു 500E. എവിടെന്നെങ്കിലും പോർഷെ എന്നൊന്നും എഴുതിയിട്ടൊന്നും കാണുമല്ലോ. ബിക്കോസ് എല്ലാ പാർട്സും കാര്യങ്ങളൊക്കെ മെർസിഡീസിൽ തന്നെയാണ്. ഈ വണ്ടി ഇന്ത്യയിൽ ആരെങ്കിലും ഇമ്പോർട്ട് ചെയ്തിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. സാധാ 124 പിന്നെ ഈവൻ 300D മോഡൽസ് ഒക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വാൾ പോസ്റ്ററിൽ കാണാം 124E 500 എന്ന് പറഞ്ഞിട്ട്. സോ ഇതുകൊണ്ട് ചെറിയൊരു വീഡിയോസിന് പേജ് ഫോളോ ചെയ്യാം.